രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഹൈഡ്രജൻ ബോംബ് അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു സാമ്പിൾ വെടിക്കെട്ടാ കൊടുത്തത്. वो भी मैं आपको प्रूफ के साथ दिखा दूंगा, है हमारे पास। राहुल जी, हाइड्रोजन बॉम्ब में ब्लैक एंड व्हाइट है। मैं फाउंडेशन लगा रहा हूं। ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് പടക്കം പൊട്ടിച്ചത് നമ്മുടെ ജ്ഞാനേഷ് കുമാറിന്റെ മൂട്ടിലിട്ടിട്ടാണ്. അതായത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള ജ്ഞാനേഷ് കുമാറും, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് കക്കുന്നത്, എവിടെ നിന്നൊക്കെ വോട്ട് കക്കുന്നുണ്ട്, എവിടെയൊക്കെ വോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പ്രൂഫ്. here is example number 1, lady called Godabai. Someone created fake logins, deleted 12 voters, attempted to delete because then this was stopped. എല്ലാ ഡീറ്റെയിൽസും വിത്ത് എവിഡൻസ് എന്ന് പറയുമ്പം പേപ്പർ എവിഡൻസ് മാത്രമല്ല, വോട്ട് കട്ട് അല്ല, വോട്ട് ഡിലീറ്റ് ചെയ്ത ആൾക്കാരെ വരെ അവിടെ കൊണ്ട് നിർത്തിയിട്ടാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. ये कर रहे थे, इनसे आप पूछिए, बताइए. That's our candidate. हाँ, कन्नड़ा में बोलिए. ನನ್ನ ಹೆಸರು ಸೂರ್ಯಕಾಂತ್ ಗೋವಿನ. ನಾನು ಸರ್ಸಂಬ ಗ್ರಾಮದಲ್ಲಿ ಇದ್ದೆ. ನನಗೆ ನಾಲೆಜ್ ಕೇಳಿದೆ, ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ಅದಕ್ಕೆ ನಾನು ನಮ್ಮ ಸಾಹೇಬ್ರಿಗೆ ಹೇಳಿದೆ, ನಾನು ಡಿಲೀಟ್ ಯಾರಿಗೂ ಮಾಡಿಲ್ಲ, ಅಪ್ಲಿಕೇಶನ್ ಕೊಟ್ಟಿಲ್ಲ, ಆದರೂ ಡಿಲೀಟ್ ಆಗಿದೆ, ಅದು ನೋಡ್ರಿ ಅಂತ. ಹಾಗಾಗಿ ತಹಶೀಲ್ದಾರ್ಗೆ ಹೋಗಿ ಇಷ್ಟು ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ವಿ. ಮತ್ತು ಕಮಿಷನರ್ ಇದು ನಮ್ಮ ಜಿಲ್ಲಾ ಎಲೆಕ್ಷನ್ ಒಂದು ಇದಕ್ಕೆ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ವಿ. ನನ್ನ ಹೆಸರು ಮೇಲೆ 12 ಜನರದು ಡಿಲೀಟ್ ಮಾಡಿದ್ದು ನಿಜ ಇರ್ತದೆ. थोड़ा ट्रांसलेट कर लीजिए. मेरे नाम पे 12 लोगों का नाम डिलीट किया गया है. हालांकि मुझे मालूम नहीं, मैं कभी किसी को मैसेज भेजा भी नहीं, मैं बुलाया भी नहीं. ये बबीता आके पूछने से पता चला कि मैंने मेरे फ़ोन से ऐसा मैसेज दिया, लेकिन असल में मैंने किसी को भी मैसेज नहीं किया. आप कुछ कहेंगे? नहीं, ठीक है, थैंक यू. അതായത് അതിനൊരു ഇതെടുത്തത് കർണാടകയിലുള്ള അലന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ്. അലന്തിലെ ഡിലീഷന്റെ ഡേറ്റും അതുപോലെ തന്നെ മറ്റ് രജൂറ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലുള്ള മറ്റൊരു മണ്ഡലത്തിലെ അഡീഷൻ ഡീറ്റെയിൽസും എടുത്തത്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് കർണാടകയിലെ അലന്തില് ഈ അലന്ത് പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ 6150ഓളം വോട്ടുകൾ ഒരു ചെറിയ മണ്ഡലത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2019 ഇലക്ഷനിൽ അവിടെ കോൺഗ്രസ് ഒരുപാട് വോട്ടിന് മുന്നിട്ട് നിന്ന മണ്ഡലങ്ങളാണ്. അതായത് ഈ 10 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 8 മണ്ഡലങ്ങളിലും കോൺഗ്രസ് മുന്നിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന്റെ മൊത്തം ഡീറ്റെയിൽസും തെളിവും ഇവരുടെ കയ്യിലുണ്ട്, രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടത് ഒരൊറ്റ മണ്ഡലത്തിൽ 6150ഓളം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇവർ പോയി നോക്കിയ സമയത്ത് അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവർ ഡിലീഷനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലിൽ നമുക്ക് വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് എനിക്കിപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് ഒരു റീസൺ വെച്ച് എനിക്ക് ഡിലീറ്റ് ചെയ്യാം, ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വിളിച്ച ആളുകൾ ഇവരാരും ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരെ വോട്ട് ഡിലീറ്റ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഒരാളാണ് വോട്ട് ഡിലീറ്റ് ചെയ്തത്. അങ്ങനെ അയൽവാസിന്റെ അടുത്ത് പോയിട്ട് അല്ല, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്തോ, അവരുടെ അതായത് ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട ആളുടെ മകളാണ് പോയി ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ സംഭവം അറിയില്ല. ഞാൻ എന്തിനു വോട്ട് ഡിലീറ്റ് ചെയ്യണം, നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ വോട്ട് ഞാൻ എന്തിനു ഡിലീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇവരത് സെർച്ച് ചെയ്ത് നോക്കി ആരാണ് ഡിലീഷൻ റിക്വസ്റ്റ് കൊടുത്തത്. അങ്ങനെ ഡിലീഷൻ റിക്വസ്റ്റ് കൊടുത്ത് നോക്കുമ്പം കണ്ടത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഒരാളുടെ പേരിൽ അയൽവക്കത്തുള്ള 10-15 ആളുകളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യൂസർ നെയിമും ലോഗിൻ ഉണ്ടാക്കിയിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത ലോഗിൻ നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള നമ്പേഴ്സ്, ഈ പല സ്ഥലങ്ങളിലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് അതിനുള്ള എക്സാമ്പിൾസ് ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് അവിടെ ഗോദാബായ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവിടുത്തെ അസംബ്ലി മണ്ഡലം അലന്താണ്, കർണാടകയിലെ.
37ാമത്തെ ബൂത്തിലാണ് ഈ ഗോദാബായി ഉള്ളത്. 63 വയസ്സുണ്ട്. ഈ ഗോദാബായി അവിടുത്തെ 12 വോട്ടേഴ്സിന്റെ പേരുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗോദാബായിക്ക് ഇത് എന്താന്ന് പോലും അറിയില്ല. അതിന്റെ ഒരു ക്ലിപ്പും ഉണ്ട്. Godabai, of course, has no idea. Can you show us what Godabai has to say about this? ಇಲೆಕ್ಷನ್ ಟೈಮಿಗ ನಾ ಅರ್ಜಿ ಹಾಕಿಲ್ಲ, ನನಗೆ ಅದಕ್ಕೆ ಸಂಬಂಧ ಇಲ್ಲ. ಅದು ಯಾರು ಹೊಟ್ಟಿ ಕಿಚ್ಚಿಗೆ ಯಾರು ಏನು ಹಾಕ್ಯಾರ ಅನ್ನೋದು ನನಗೆ ಗೊತ್ತಾಗಿಲ್ಲ. അപ്പൊ ഗോദാബായിനെ വെച്ചപ്പം അവർക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അവരുടെ പേരിൽ 12 ഡിഫറെന്റ് ലോഗിൻ നമ്പേഴ്സ്, മൊബൈൽ നമ്പേഴ്സ് വെച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഫോൺ നമ്പേഴ്സ് വെച്ചിട്ട് OTP വന്നിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് 12 ആളുകളുടെ വോട്ട് ഗോദാബായി കട്ട് ചെയ്തിട്ടുണ്ട്. ഗോദാബായിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പാവം ആ സ്ത്രീ നിങ്ങളിപ്പോൾ കണ്ടു എത്ര വയസ്സായുള്ള ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിരുന്നിട്ട് ഒരു കോൾ സെന്റർ പോലത്തെ നമ്മുടെ BJPയുടെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. ആ BJPയെ പോലത്തെ ഒരു പാർട്ടി ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ഒരു സെൻട്രലൈസ്ഡ് കോൾ സെന്റർ പോലെ സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ഇതുപോലെ അവർക്ക് തോൽക്കും എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അവർക്ക് ജയിക്കണം എന്നുള്ള സ്ഥലത്ത് വോട്ട് ആഡ് ചെയ്യാനും വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചെറ്റത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വോട്ട് നമ്മുടേതാണ്, നമുക്ക് ചെയ്യാനുള്ളതാണ്, നമ്മുടെ അവകാശമൊന്നും പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. അതിന് ഇപ്പം മോദി വിചാരിക്കണം നീ വോട്ട് ചെയ്യണോ വേണ്ടതെന്നില്ല. ആ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഒരു സ്ഥലത്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഈ ലിസ്റ്റ്, ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലേ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുള്ളൂ. അപ്പം ഈ ലിസ്റ്റ് കിട്ടുന്നത് എവിടുന്നാ? ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന്. വേറെ എവിടുന്നുമല്ല, അവിടെ നിന്നാണ് അവർക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നത്. അത് ആര് ത്രൂ എന്ത് ത്രൂ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. അങ്ങനെ അവർക്ക് കിട്ടുമ്പം അവരവിടുന്ന് ഒരു സോഫ്റ്റ്വെയർ ആണ് അത് രാവിലെ കറക്റ്റായിട്ട് വരും. ഇതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഈ ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവർ പറയാണ്, അതായത് ഒരു മണ്ഡലത്തില്, അതായത് സീരിയൽ നമ്പർ ഇന്ന മണ്ഡലത്തിലെ ഇന്ന ബൂത്തുകളിൽ ഓരോ ബൂത്തുകളിൽ സീരിയൽ നമ്പർ 1 അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. അത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഇതുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഡിലീഷൻ. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ നിന്നൊക്കെ 6000-7000 വോട്ട് വെച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തോൽക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അതുപോലെ തന്നെ BJPക്ക് ഇതുള്ള മണ്ഡലത്തിൽ അവർക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള മണ്ഡലം ഇപ്പം മഹാരാഷ്ട്രയിൽ രജ്പൂരയിൽ കണ്ടത് നമ്മൾ എന്താണ്, അവിടെ അഡീഷൻ 6180 വോട്ടിന്റെ 6180 വോട്ടിന്റെ അഡീഷനാണ്. സീരിയൽ നമ്പേഴ്സ് നോക്കുമ്പോൾ സീരിയൽ നമ്പർ 11111 തന്നെ കാണുന്നത്. ഈ അഡീഷന്റെ സ്ഥാനത്ത് ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ അഡീഷൻ ചെയ്യുന്ന സമയത്ത് അതായത് ഇല്ലാത്ത വോട്ടേഴ്സിനെ ഉണ്ടാക്കുക. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള വോട്ടേഴ്സിനെ, കോൺഗ്രസിന്റെ വോട്ടേഴ്സിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഡിലീഷനും കൊടുക്കും. അഡീഷൻ എന്ന് പറയുമ്പം അവിടെ ഇല്ലാത്ത നമ്പറുകൾ ആളുകളെ ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് നമ്മൾ ഇതാ കണ്ടിട്ടുണ്ട്. ആളുകളുടെ പേര് നോക്കുമ്പോൾ YUH UQJJ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫോൺ നമ്പർ, ഇപ്പൊ ഇവരുടെ കോൾ സെന്ററിന്റെ ഫോൺ നമ്പറിൽ ലോഗിൻ ചെയ്തിട്ട് ചുമ്മാ അന്തേരി, അതായത് അവിടുത്തെ അഡ്രസ്സാണ് കാണിക്കുന്നത്. ഏതാണ്? JW NW ഏറ്റവും അത് അങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത്. താഴത്ത് നോക്കുമ്പോൾ സസ്തി ഒരേ പേരിൽ 100, 200, 300 അങ്ങനെ ഓരോ മണ്ഡലങ്ങളിൽ 6000-7000 വോട്ട് വെച്ച് ചേർക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അപ്പെടുത്തി. ഇത് അതിലും കൂടും എന്നാണ് രാഹുൽ പറഞ്ഞത്. അതായത് നമ്മൾ ഈ കാണിച്ച 6000 വോട്ടാണെങ്കിൽ ഇത് അത്രയല്ല, അതിലും കൂടുതലുണ്ട്. ഇവർക്ക് ഇപ്പം ഇരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇതിലിനി എത്ര വോട്ട് ഇതുപോലെ അഡീഷനിലും ഇത്ര വോട്ട് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ ഡിലീഷനും ചെയ്തിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ വോട്ട് പോകുന്നതോ BJPക്ക് വോട്ട് കൂടുന്നതോ എന്നുള്ളതല്ല. ആ നാട്ടിലെ ആളുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? വോട്ട് ചെയ്യാന്നുള്ളത്. ആ ചെയ്യേണ്ട ആളുകളാണ്. ഒരൊറ്റ മണ്ഡലത്തിൽ 6000 ആൾക്കാരുടെ വോട്ട് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഇത്ര വോട്ട് ഡിലീറ്റ് ചെയ്താൽ ഈ ഒരു വോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ? കംപ്ലൈന്റ് ചെയ്തു. ഫെബ്രുവരി 2023 ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തു. മാർച്ചിൽ അത് കർണാടക ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അത് ഓഗസ്റ്റ് 2023 എന്താ പറയുക, പാർഷ്യൽ ഇൻഫർമേഷൻ മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ നിന്ന് പാർഷ്യൽ ഇൻഫർമേഷൻ കിട്ടി. ജാനുവരി 2024 കർണാടക ഇലക്ഷൻ കമ്മീഷൻ റൈറ്റ്സ് ടു ECA റിക്വസ്റ്റ് ഫുൾ ഇൻഫർമേഷൻ, അതായത് അതിന്റെ ഡീറ്റെയിൽസ് എവിടുന്ന് എങ്ങനെ ഡിലീഷൻ വന്നു എന്നുള്ള ഡീറ്റെയിൽസ് 2024 ജനുവരിയിൽ ചോദിച്ചു. അതിന്റെ 2024 ജനുവരിയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ പറ്റി, എവിടുന്ന് പറ്റി, ആര് ചെയ്തു എന്ന് ചോദിച്ചത് ടിൽ ഇന്നത്തെ ഡേറ്റ് വരെ, ഇപ്പൊ 2025 സെപ്റ്റംബർ 18 വരെ അത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, ഇതുവരെ അതിനുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല. അപ്പം കംപ്ലൈന്റ് കൊടുത്തു, എന്തെങ്കിലും സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടോ? ഇല്ല. ഇത് എവിടെ സ്റ്റെക്കായി നിൽക്കണം? ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന്. അപ്പം ഈ ലിസ്റ്റ് ഈ പറഞ്ഞ കോൾ സെന്റർ പോലെ പ്രവർത്തിക്കുന്ന BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇത് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇഷ്യൂ ഇപ്പൊ കർണാടകയിൽ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് അതിനൊരു കംപ്ലൈന്റ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ഇതുവരെ വന്നിട്ടില്ല. ഇനി രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംഘപരിവാളങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കേസ് കൊടുത്താലും
ഒന്നും കിട്ടാൻ പോകില്ല, ചുക്കും ചുണ്ടാകുമ്പോൾ നടക്കില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ B ടീമാണെന്നുള്ളത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇങ്ങനെയാണ് ഇവിടെ ഒരു ഇത് നടത്തുന്നത്. അതായത് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ BJPക്ക് വേണ്ടിയിട്ട് കൂടിയിരുന്ന് ഇതുപോലെ ഓരോ സ്റ്റേറ്റ് എടുത്തിട്ട് ഓരോ സ്റ്റേറ്റിലെ ഓരോ അസംബ്ലി മണ്ഡലങ്ങൾ എടുത്തിട്ട് കണ്ണടച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. കോൺഗ്രസ് ജയിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടുകൾ അവർക്കറിയാവും, നിന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇത്രയും വോട്ട് ആയിട്ടുണ്ട്, അപ്പോൾ അവിടുത്തെ ആ ലിസ്റ്റിംഗ് എടുക്കും. ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റിംഗ് എടുക്കും. അവർ പല അവരുടെ അടുത്ത് ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് വെക്കും, ലോഗിൻ ID വെക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തെ ആളുടെ മറ്റൊരു, അപ്പോൾ അയൽവാസി അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ബൂത്തിലെ ഒരാളുടെ പേര് ഇങ്ങ് എടുക്കും. അയാളുടെ പേരിൽ ലോഗിൻ ID അങ്ങ് ക്രിയേറ്റ് ചെയ്യും, ഫോൺ നമ്പർ കൊടുക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല? കാരണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതായത് ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള, ഇപ്പം എനിക്ക് എൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്ത് ഒരുത്തന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ വോട്ടിംഗ് ലിസ്റ്റിലെ അവസ്ഥ എന്തായിരിക്കും? ചുമ്മാ ഒരു ഫോൺ നമ്പർ ഇട്ടിട്ട് ഇപ്പം ഇതിന് ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? നമ്മുടെ ക്രമ നമ്പറുകൾ കിട്ടും അല്ലേ? നമ്മുടെ UHID നമ്പർ വേണം. അപ്പം എൻ്റെ UHID നമ്പർ ഈ പറഞ്ഞൊരു ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരാൾക്ക് എവിടുന്ന് കിട്ടുന്നു? ആ കിട്ടണമെങ്കിൽ ഈ ലിസ്റ്റ് ആര് കൊടുക്കണം? ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. അപ്പം ഈ ഗോദാബായ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഈ ഒരു ഗ്രൂപ്പിൽ, അതായത് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പല നമ്പേഴ്സുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് ഈ പറഞ്ഞ ഗോദാബായിയുടെ ക്രമ നമ്പറുകളും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടുന്നു. അവരുടെ ഫോൺ നമ്പർ മാത്രം വേറെ നമ്പർ ഇടുന്നു. കാരണം OTP അതിലോട്ട് വരും. ആ OTP അതിൽ നിന്ന് വരുന്നു. വിത്തിൻ സെക്കൻഡ്സിൽ ഇതിൻ്റെ ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കോമഡി. പുലർച്ചെ 4 മണിക്കും, അതായത് 2 സെക്കൻഡ് 3 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇങ്ങനൊരു എന്താ പറയുക, ആപ്ലിക്കേഷൻ അതിൽ ക്രിയേറ്റ് ആയി ഡിലീഷന് റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാൾ ഇരുന്ന് ഇത് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിലോട്ട് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡീറ്റെയിൽസ്, നമ്മുടെ വോട്ടിംഗ്, ഇന്ത്യയിലെ വോട്ടിംഗ്, ഈ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് ആ സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സെക്കൻഡ് വെച്ച് ഓരോ ആൾക്കാരെ ഡിലീറ്റ് ചെയ്യുന്നു. അത് ഇവർ കൊടുക്കുന്ന ടൈമിംഗ് തന്നെ ഈ പറഞ്ഞ പുലർച്ചെ 4 മണിക്കൊക്കെ ഡിലീഷൻ ആരും വന്നിരിക്കില്ല. 2 സെക്കൻഡ് കൊണ്ട് ഈ മൊത്തം ഫോം അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു OTP പോയി ആ OTP എൻ്റർ ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ മിനിമം 5-10 മിനിറ്റ് എടുക്കണം. അതുപോലും ഇല്ലാണ്ട് 2-3 ആൾ 12 ആൾക്കാരുടെ ഒക്കെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് 2 സെക്കൻഡ് കൊണ്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിന് ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈഡിലാണ്. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് ഇങ്ങനത്തെ കോൾ സെൻറ്റർ ഗ്രൂപ്പ് പോലെ ഒരു കമ്പനി പോലെ ഇരുത്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. അതിൻ്റെ പച്ചക്കുള്ള തെളിവാണ് ഇന്ന് രാഹുൽ എല്ലാവരും മുമ്പിലേക്ക് ഇട്ടു തന്നത്. അപ്പം നമ്മൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടെന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോംബല്ല. ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ബോംബ് ഇങ്ങനെ തയ്യാറാക്കി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നമ്മുടെ നാട്ടിലെ BJP സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇങ്ങനെ ആയിരിക്കില്ല ഇവർ കഴിഞ്ഞ 2-3 ടൈമൊക്കെ ജയിച്ചിട്ടുണ്ടാവുക. ഇത്രയും ഡീറ്റെയിൽ ആയി ഇതിൻ്റെ ഉള്ളോട്ട് പോയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത് അറിയാൻ പറ്റിയത്. നിങ്ങളൊന്ന് ആലോചിച്ച്, എത്ര ഗുരുതരമായിട്ടുള്ള നമ്മൾ വെറും പൊട്ടന്മാരായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ വെറും നമുക്കൊന്നും ഒരു പുല്ലിൻ്റെ വില പോലും ഇല്ല. നീക്ക് എന്തെങ്കിലും ചെയ്തു, ഞങ്ങൾ ഇതല്ല ഇതിനേക്കാൾ വലിയ തരികിട കാണിച്ച് ഞങ്ങൾ ജയിച്ചോളാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് കാണിച്ചു. അതായത് ഒരു കുടിസ് റൂമിൽ 80, 100, 200, 300 ആൾക്കാർ വോട്ട് ഉണ്ടാക്കിയത് ഓട്ടോമാറ്റിക്കലി വോട്ട് അഡീഷൻ എങ്ങനെയാണ് കണ്ടു. ഇപ്പം വോട്ട് ഡിലീഷൻ എങ്ങനെയൊന്നും കാണിച്ചെന്ന് കൂളായിട്ട് ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്മുടെ സൈറ്റിൽ നിന്ന് ഇതുപോലെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ ജ്ഞാനേഷ് കുമാറെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടെ? എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ മോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ആസനം താങ്ങി നീയൊക്കെ ജീവിക്കുക? ഇതിനൊക്കെതിരെ പ്രതികരിച്ചിട്ടില്ല പിന്നെ എന്തിനെതിരെ ആൾക്കാർ പ്രതികരിക്കുക? മണ്ടന്മാരായിട്ടുള്ള ഇന്ത്യയിലെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. BJP സംഖ്യകളങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും മരമണ്ടന്മാരാ. ഇങ്ങനെ തൊലിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥ. ഒരു ജനാധിപത്യ രാജ്യമാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് പോലും സ്വന്തം വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിക്കാനോ ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിനെ ഇന്ത്യ ഭരിക്കാൻ കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞ ഒരു 10-11 കൊല്ലം കൊണ്ട് ആക്കിയെടുത്തില്ലേ ഈ BJP സർക്കാർ അല്ലെങ്കിൽ BJPയുടെ ആ വാനര കൂട്ടങ്ങൾ? ആ അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചല്ലോ അല്ലേ? അടിപൊളി.